ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. 6ാം ക്ലാസ്സിൻ്റെ ഗണിതം ഇപ്പോൾ നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ, ഉത്തരസൂചികയാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ആണ്. നിങ്ങളിപ്പോൾ എഴുതിയ 2025-26 എഴുതിയ സെക്കൻഡ് ടേം എക്സാം അഥവാ ക്രിസ്മസ് എക്സാം പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യങ്ങൾ ഞാൻ അധികം വായിക്കില്ല, ഉത്തരങ്ങളായിരിക്കും മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് എ ഉണ്ട്, ബി ഉണ്ട്. ഒന്ന് എ, 72നെ അഭാജ്യ ഘടകങ്ങളായി തിരിച്ചെഴുതിയത് നോക്കൂ. എ ക്വസ്റ്റ്യൻ, വിട്ടുപോയ സംഖ്യകൾ കണ്ടെത്തി എഴുതുക. ബി എന്താ, 144നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാക്കി എഴുതിയാൽ അതിൽ 2 എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും? സി, 2 അഭാജ്യ സംഖ്യകളുടെ തുക 13 ആണ്. അതിലെ വലിയ അഭാജ്യ സംഖ്യ ഏത്? അപ്പോൾ ഒന്നിന് എ ബി സി എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യനും ഒരു ഡി ഉണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എ ബി സി ഡി 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. അപ്പോൾ ഒന്നിൽ ഈ 4 ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓർ ഉണ്ട്. ഒന്ന് ബി, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. ആദ്യം നമുക്ക് എയുടെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. കണ്ടല്ലോ, ഒന്ന് എ വരുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഉത്തരം വരുന്നത് 2, 2, 9, 3. അല്ലെങ്കിൽ നമുക്ക് 2, 3, 6, 2. ഓക്കെ, ഏതെങ്കിലും 2 ശരിയായി എഴുതിയാൽ നമുക്ക് ഒരു സ്കോർ കിട്ടും. ബിയുടെ ആൻസർ 4 തവണ, സിയുടെ ആൻസർ 11, ഡിയുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 30ന്റെ എല്ലാ ഗുണിതങ്ങളും 15ന്റെ ഗുണിതങ്ങളാണ്. ഇപ്പൊ ഡിയുടെ ആൻസർ എന്താ, സി ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് എയുടെ ആൻസർ എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ബി നോക്കാം. ഒന്ന് ബിയുടെ ചോദ്യം, 110നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. ബി, 110ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? സി, 110ന്റെ എല്ലാ ഘടകങ്ങളും എഴുതുക. ഡി എന്താ, താഴെ കൊടുത്ത സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയാൽ അവയിൽ 2ഉം 5ഉം ഘടകമായി വരുന്നത് ഏത് സംഖ്യയ്ക്കാണ്? 4 ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബിയുടെ എ ബി സിയുടെ ആൻസേഴ്സ് നോക്കാം. ഒന്ന് ബി ആണ് ഉത്തരം പറയുന്നത്. ആൻസർ ആണ്. ഇനി ആൻസർ കീ കണ്ടില്ല എന്ന് ആരും പറയരുത്. ഇത് ആൻസേഴ്സ് ആണ്. ഒന്ന് ബിയുടെ ഫസ്റ്റ് എ ആൻസർ 2 × 5 × 11. ബിയുടെ ആൻസർ 8. സിയുടെ ആൻസർ 1, 2, 5, 10, 11, 22, 55, 110. ഏതെങ്കിലും 4 ഘടകങ്ങൾ ശരിയായി എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. പിന്നെ ഒന്ന് ബിയിലെ ഡിയുടെ ആൻസർ കേട്ടോ, ഡി ക്വസ്റ്റ്യൻ ആൻസർ ആണ് 30. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത് നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ മൊത്തം നമുക്ക് 6 ഭാഗങ്ങളുണ്ട്. അതിൽ 5 ഭാഗങ്ങൾ കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ എ ക്വസ്റ്റ്യൻ, വൃത്തത്തെ ഒരുപോലെയുള്ള ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? ബി, ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയെ 1/2ന്റെയും മറ്റൊരു ഭിന്നസംഖ്യയുടെ തുകയായിട്ട് എഴുതുക. സി, 1/4 + 1/8 എന്നത് ഒരു വൃത്തം വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഡി എന്താ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും നോക്കൂ. പ്രസ്താവന, 1/3 + 1/6 എന്നത് 1/2 കൂടുതലാണ്. കാരണം 3/6 എന്നത് 1/2 തുല്യമാണ്. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെ കൊടുത്തവയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നമുക്ക് എ ബി സി ഡി 4 പ്രസ്താവന ഉണ്ട്. ആ പ്രസ്താവനയിൽ കാരണവും, അപ്പൊ പ്രസ്താവന ശരി, കാരണം തെറ്റ്, അങ്ങനെയാണ് 4 ഓപ്ഷൻസ് വരുന്നത്. നിങ്ങൾ ഏതാ ശരിയെന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും ഇതിൽ. അപ്പൊ നമുക്കിതിന്റെ ആൻസർ നോക്കാം. 2 എ ബി സി ഡി അങ്ങനെയാണ് ആൻസർ പറയുന്നത് കേട്ടോ. 2ന്റെ എ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ആൻസേഴ്സ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തതിൽ എ ക്വസ്റ്റ്യൻ ആൻസർ 5/6, ബി ക്വസ്റ്റ്യൻ ആൻസർ 1/2 + 1/3 എന്നോ അല്ലെങ്കിൽ 1/2 + 2/6 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബിക്കോസ് എന്താ അറിയോ, ഈ 2/6നെ നമ്മൾ ഈ 2/6നെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ വരിക? 1/3 തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്ന് പറയണത്. അപ്പോൾ 1/2 + 1/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 + 2/6 എന്ന് എഴുതാം. സി, വൃത്തം വരച്ച് 8 തുല്യഭാഗങ്ങളാക്കിയാൽ നമുക്ക് 3/8 ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഡി, ബി പ്രസ്താവന തെറ്റ്. കാരണം ബി ആണ് ആൻസർ വരിക. നമുക്ക് ഡിയുടെ ആൻസർ വരുന്നത് ബി ആണ്. ഇതാണ് കേട്ടോ. (1/4 + 1/8 എന്നുള്ളത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
ഇത് നിങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ 8 അല്ലേ, ഇതിന്റെ LCM നോക്കുക. 4ന്റെ 8ന്റെ LCM എന്താ വരിക നമുക്ക് നോക്കാം. 2 8 വരിക. അപ്പൊ നമ്മൾ ആകെ 8 ഭാഗങ്ങളാക്കണം. ഓക്കെ, 8 ഭാഗങ്ങളാക്കിയിട്ട് സിയുടെ ആൻസർ ആട്ടോ പറയണത്. കണ്ടോ, ഇതാ ഇതുപോലെ 8 ഭാഗങ്ങളാക്കിയിട്ട് 3/8 ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഇതിൻ്റെ 1/4 + 1/8. ഓക്കെ, ഒരു മിനിറ്റ്, അതിങ്ങനെ ചെയ്യാം. 1/8 എങ്ങനെയാ വരിക എന്ന് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആദ്യം നമ്മൾ LCM കണ്ടു. ഈ ക്വസ്റ്റിൻ്റെ കേട്ടോ സിയുടെ ആൻസർ വെറുതെ 3/8 നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് സംശയം വരണ്ട, അതിന് വേണ്ടിയാണ് പറയണത്. 1/4 + 1/8 നമുക്ക് ചെയ്യണം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം 4ന്റെ 8ന്റെ LCM കാണുക. LCM നമുക്ക് എന്ത് വരും? 8 തന്നെ വരും. വലിയ നമ്പർ LCM ആയിട്ട് എടുത്താൽ മതി. 8 തന്നെ LCM വരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 8 ഇൻറ്റു ഈ 1/4 കേട്ടോ, 1/4 ചെയ്യുക, പ്ലസ് 8 ഇൻറ്റു 1/8 ചെയ്യുക. അപ്പം നമുക്ക് ഈ 4ഉം 8ഉം കളയുക, അപ്പോൾ 2 വരും. ഈ 8ഉം 8ഉം കട്ടാക്കുക, അപ്പോൾ 1 വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ 8 ഉണ്ടാവും. 2 + 1 3, 3/8 അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നിങ്ങൾക്ക് സംശയം വരരുത് എങ്ങനെയാണ് ഈ 3/8 വന്നതെന്നുള്ള, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഡി പറഞ്ഞു, ബി ആണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതിൽ സി എങ്ങനെയാണ് വന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ചോദ്യം, പുതുവത്സര ഓഫർ വസ്ത്രങ്ങൾക്ക് 30% വിലക്കുറവ്. പരസ്യം കണ്ടല്ലോ. ഈ കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ കിട്ടുന്ന വിലക്കുറവ് എത്രയാണ്? അപ്പൊ 100 രൂപയ്ക്ക്, ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം. 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ 30% വിലക്കുറവ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. എത്ര വരും? നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതിയാവും? നമുക്ക് 30 രൂപ തന്നെയാണ് വിലക്കുറവ് വരിക. 30 രൂപ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. 100 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 30 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 30. ബി, അബു ഈ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയപ്പോൾ 90 രൂപ കുറവ് കിട്ടി. അബു എത്ര രൂപയുടെ വസ്ത്രമാണ് വാങ്ങിയത്? സി, രാജു ഈ കടയിൽ നിന്ന് 1560 രൂപയ്ക്ക് വസ്ത്രം വാങ്ങി. രാജു എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ഇതെല്ലാം 30% കുറച്ചിട്ടുള്ള പൈസ കൊടുത്താൽ മതിയാവും. ഇനി ഒരു ഡി ഉണ്ട്. 30% വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാ ശരിയെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ 3എയുടെ ആൻസർ 30 രൂപയാണ്. ബിയുടെ ആൻസർ 300 രൂപ. സിയുടെ ആൻസർ വിലക്കുറവ് 468 രൂപയാണ് കേട്ടോ. വിലക്കുറവ് വരുന്നത്. അപ്പോൾ 1560 നിന്ന് 468 രൂപ കുറച്ച 1092 രൂപ അവൻ കൊടുത്താൽ മതിയാവും. ഡിയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരി. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ എക്സ്പ്ലനേഷൻ കാണിച്ചു തരാം. ആദ്യത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ചെയ്യുക. ഇനി അബു ഈ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയപ്പോൾ 90 രൂപ കുറവ് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 30% ഈ 90 രൂപ. ഏതോ ഒരു നമ്പറിൻ്റെ 30% നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട്. ആ 30% എനിക്കിവിടെ എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എക്സ്പ്ലനേഷൻ അധികം 90 നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ 90 ഇൻറ്റു 100/30 ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇതാ ഇങ്ങനെ ചെയ്യുക. ഈ 0 ഈ 0 ഞാനങ്ങോട്ട് കളഞ്ഞു. 9 ഇൻറ്റു 100 എന്തെന്ന് വരും? 900 എന്ന് വരും. അപ്പോൾ എന്താ ആൻസർ? ഇവിടെ 900 ആണ് അല്ലേ. എത്ര രൂപയുടെ വസ്ത്രം വാങ്ങി? 900 രൂപയുടെ വസ്ത്രം വാങ്ങി. ഇനി അടുത്തത് 1500 രൂപയ്ക്ക് ഒരാൾ വസ്ത്രം വാങ്ങി. അപ്പോൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ളതാണ്. അതിന് ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1560ൻ്റെ 30% കണ്ട് കുറയ്ക്കുക. ആദ്യം 30% കാണുക. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക. 156 ഇൻറ്റു 3 വരും. 156 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്ത് വരും? 468 വരും. ഈ 1560 നിന്ന് 468 കുറയ്ക്കുക. അപ്പം നമുക്ക് സിയുടെ ആൻസർ എന്താ വന്നത്? ഇതാ 1992 ആൻസർ കിട്ടി. ഇനി ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് 3ഉം 4. അപ്പോൾ മൂന്നാമത്തേതിൻ്റെ ഫുൾ ആൻസർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വന്നതെന്നാണ് അവിടെ കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് 4A 4B ഉണ്ട്. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. 4A എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ 3ന്റെ തുടർച്ചയായ 5 ഗുണിതങ്ങൾ എഴുതുക. 3ന്റെ ഗുണിതങ്ങളാണ്. ബി, അതിലെ ആദ്യത്തെയും അഞ്ചാമത്തെയും സംഖ്യകളുടെ തുകയും രണ്ടാമത്തെയും നാലാമത്തെയും സംഖ്യകളുടെ തുകയും തമ്മിൽ എന്താണ് ബന്ധം? കാരണം എന്ത്? ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെ തുകയ്ക്ക് നടുവിലെ സംഖ്യയുമായി എന്താണ് ബന്ധം?
ഡി 185 പ്ലസ് 299 എന്നത് താഴെ കൊടുത്തവയിൽ ഏതിനു തുല്യമാണ്? അല്ലെങ്കിൽ 4B ചെയ്യണം. ആദ്യം 4Aയുടെ ഉത്തരം. 4Aയുടെ എ ആൻസർ 3ന്റെ തുടർച്ചയായ 5 ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9. ദാ 3ന്റെ ഗുണനപ്പട്ടിക അറിയണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ബി തുകകൾ തുല്യമാണ്. രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 3 കൂട്ടിയതാണ്. നാലാമത്തെ സംഖ്യ അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് 3 കുറച്ചതാണ്. ഇനി സി തുക നടുവിലെ സംഖ്യയുടെ 2 മടങ്ങ് വരും. ഓക്കെ, നെക്സ്റ്റ് ഡി വരുന്നത് സി ആണ്. 184 പ്ലസ് 300 ആൻസർ വരും. അപ്പൊ ഇതില് നിങ്ങൾക്ക് ബിയുടെയും സിയുടെയും ആൻസർ ഇപ്പൊ നമുക്കിവിടെ 3ന്റെ തുടർച്ചയായ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 3, 6, 9, 12, 15 അല്ലെ. അപ്പൊ ഇതില് ആദ്യത്തെയും അഞ്ചാമത്തെയും സംഖ്യകളുടെ തുക, ആദ്യത്തെ സംഖ്യ 3ഉം അഞ്ചാമത്തെ സംഖ്യ 15ഉം. അപ്പൊ ഈ 15ഉം 3ഉം കൂട്ടുമ്പോ എന്താ വരിക? 18 വരും അല്ലെ. ഇനി നോക്കാം. അപ്പോൾ 18 ഇരിക്കട്ടെ. എന്നിട്ട് രണ്ടാമത്തെയും നാലാമത്തെയും കൂട്ടുക. 6ഉം 12ഉം. 6ഉം 12ഉം കൂട്ടി എന്താ വരിക? അപ്പോഴും 18 വരിക. ഓക്കെ, അപ്പൊ ഈ 18ഉം 18ഉം വരും. എന്താണ്? തുല്യമാണ്. അപ്പോൾ ഈ എങ്ങനെ കൂട്ടിയാലും ഇത് തുല്യം എന്നാണ് ഉത്തരം വരിക കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ആൻസർ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. എഴുതിയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുകയ്ക്ക് നടുവിലെ സംഖ്യയുമായി എന്താണ് ബന്ധം? അപ്പൊ ഈ തുകയ്ക്ക് നടുവിലെ 9മായി എന്താ ബന്ധം? 9ന്റെ അല്ലെങ്കിൽ ഈ 18ന്റെ പകുതിയാണ് 9. 9ന്റെ ഇരട്ടിയാണ് ഈ 18. അതാണ് ബന്ധം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം 3ഉം 15ഉം കൂട്ടുക. അപ്പൊ എന്ത് വരും? ഇതാ 3 പ്ലസ് 15, 18. ഓക്കെ, ഇനി ഈ 6ഉം 9ഉം കൂട്ടുക. 6ഉം 9ഉം അല്ല, 6ഉം 12ഉം കൂട്ടുക. അപ്പൊ എന്താ വരിക? 6 പ്ലസ് 12, 18. അപ്പോൾ അത് കിട്ടിയില്ലേ. ഇനി സിയുടെ ആൻസർ തുക നടുവിലെ സംഖ്യയുടെ 2 മടങ്ങാണ്. അതായത് 9ന്റെ 2 മടങ്ങല്ലേ 18 എന്ന് പറയണത്. അപ്പൊ ഇതാണ് ഉത്തരങ്ങൾ വരിക കേട്ടോ. ഉത്തരങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ആൻസർ കണ്ടില്ല എന്ന് പറയരുത്. ഡിയുടെ ആൻസർ ഓപ്ഷൻ സി 184 പ്ലസ് 300 എന്ന് എഴുതിയാൽ. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ബി 2, 5, 8, 11 എന്നീ സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന മിച്ചം എത്ര? 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ വരിക? 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ വരിക? നിങ്ങൾക്ക് അറിയാലോ, 2. 8നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴോ 2. 11നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴോ 2. അപ്പൊ 2 ആൻസർ വരും കേട്ടോ. ഈ ശ്രേണിയിലെ ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതമാണോ? എന്തുകൊണ്ട്? അപ്പോ ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും ഇതാ ഈ 11 8 പോയാൽ എന്താ വരിക? 3. 8ന്ന് 5 പോയാൽ 3. 5ന്ന് 2 പോയാലും 3. അപ്പൊ അതേന്നാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദ്യത്തിന് ആൻസർ പറഞ്ഞു തരാം. എല്ലാം എന്താണ് പറയാം അതിന്റെ ആൻസർ. സി 600 മൈനസ് 198 എന്നത് 599 നിന്ന് ഏത് സംഖ്യ കുറച്ചതിന് തുല്യമാണ്? ഡി 102 മൈനസ് 98 തുല്യമല്ലാത്തത് താഴെ തന്നതിൽ ഏത്? തുല്യം അല്ലാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ 4ബിയുടെ ആദ്യത്തെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 ആണ് ആൻസർ വരിക. ബിയുടെ ആൻസർ എന്താ? എല്ലാം 3ന്റെ ഗുണിതമാണ്. ശ്രേണിയിലെ ഏത് 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചമായ 2 കുറച്ചു പോകുന്നു. ബാക്കിയുള്ളത് 3ന്റെ ഗുണിതമായിരിക്കും. സിയുടെ ആൻസർ 197 ആണ്. ഡിയുടെ ആൻസർ ഓപ്ഷൻ സി 106 മൈനസ് 100. അപ്പൊ 4A 4B എല്ലാം ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക. അഞ്ചാമത്തതിന്റെ എ ക്വസ്റ്റ്യൻ ആണ്. ഒരു കടയിൽ സാധനങ്ങൾക്ക് 9% വിലക്കിഴിവ് ലഭിക്കുന്നു. 10 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന വിലക്കിഴിവ് എത്രയാണ്? അപ്പോ 10 രൂപയുടെ സാധനം വാങ്ങിച്ചു, 9% ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ഇത് 9/100 ശതമാനം എപ്പോഴും 100ലാണ്. അപ്പൊ ഇതും കട്ട് ചെയ്താൽ 9/10 വരിക. 9 ഹരണം 10. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു 0 ഇടുക. അപ്പൊ എന്താ വരിക? 9. 0.9 വരും. നമുക്ക് നോക്കാം. ബി 160 രൂപയുടെ സാധനങ്ങൾക്ക് 9% വിലക്കുറവ് ലഭിച്ചാൽ വിലക്കിഴിവ് എത്ര രൂപ? 5. സി 2500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 200 രൂപ വിലക്കിഴിവ് ലഭിക്കുന്നു എങ്കിൽ വിലക്കിഴിവ് എത്ര ശതമാനം?
ഡി 1 രൂപയ്ക്ക് 1 പൈസ വിലക്കുറവ് എന്നതിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പം അതിൻ്റെ ആൻസറും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. 5ൻ്റെ ആൻസറാണ്. 5ൻ്റെ എ ആൻസർ 90 പൈസ. അതായത് നമ്മൾ ഈ പറഞ്ഞ 0.9 കേട്ടോ ഈ 90 പൈസ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ബി 14 രൂപ 40 പൈസ എന്ന് എഴുതിയാൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. സിയുടെ ആൻസർ 1 രൂപയ്ക്ക് 8 പൈസ, 100 രൂപയ്ക്ക് 800 പൈസ, അതായത് 8% ആൻസർ. ഡിയുടെ ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി 10 രൂപയ്ക്ക് 10 പൈസ എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ 5ൻ്റെ എല്ലാ ആൻസറും പറഞ്ഞു. 6ാമത്തെ ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. രാധയ്ക്ക് തൻ്റെ വീട്ടിലെ പശുവിൽ നിന്ന് 4.250 4.25 ലിറ്റർ പാൽ ലഭിച്ചു. ഇതിൽ 0.750 3/4 ലിറ്റർ പാൽ രാമുവിൻ്റെ വീട്ടിലും 1.750 1.25 ലിറ്റർ പാൽ സമീറിൻ്റെ വീട്ടിലും കൊടുത്തു. എ ക്വസ്റ്റ്യൻ, രാമുവിനും സമീറിനും കൂടി കൊടുത്ത പാലിൻ്റെ ആകെ അളവാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടും കൂടി കൂട്ടുക കേട്ടോ. ബാക്കിയുള്ള പാലിൻ്റെ അളവ്, അപ്പോൾ ടോട്ടൽ പാലിൽ നിന്ന് ബാക്കിയുള്ള പാലിൻ്റെ അളവ് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കണം. സിയുടെ 25/10 പ്ലസ് 3125/1000 തുക ദശാംശ രൂപത്തിൽ എഴുതുക. ഡി 5.205 തുല്യമായത് താഴെ തന്നതിൽ ഏതാണ്? അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 6ൻ്റെ എ ആൻസർ വരുന്നത് 2.5 ലിറ്റർ ആണ്, 2.5 ലിറ്റർ. ബി ആൻസർ വരുന്നത് 4.25 ലിറ്ററിൽ നിന്ന് ഈ 2.5 ലിറ്റർ കുറയ്ക്കുക, അപ്പോൾ 1.25 ലിറ്റർ, 1.750 എന്ന് കിട്ടും. സിയുടെ ആൻസർ തുല്യ ഛേദമുള്ള ഭിന്നങ്ങളാക്കിയോ ദശാംശ രൂപത്തിലേക്കോ മാറ്റിയോ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 5.625 എന്ന് കിട്ടും. അതായത് ഇപ്പം ഇതിനെ ദശാംശത്തിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. 25/10 എന്നുള്ളത് അടിയിൽ ഒരു 0 ആയതുകൊണ്ട് 2.5 ആയിട്ട് അത് മാറും. പ്ലസ് ഇവിടെ 3 പൂജ്യങ്ങളാണ്. അപ്പം ഇത് ഇവിടെ കുത്തിടുക കേട്ടോ. ഇവിടെയാണ് നമുക്ക് പോയിന്റ് വരിക. 2.5 പ്ലസ് 3.125 എന്ന് വരും. അപ്പം ഇങ്ങനെ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എന്താ വരിക? 3.125നെ 2.5 കൂട്ടുക. അപ്പം നമുക്ക് വരുന്ന ആൻസർ 5, 2, 5, 1, 6, 5, 2, 7 കണ്ടോ, 7.625 ആൻസർ വരും. അപ്പോൾ അതാണ് ഞാൻ അവിടെ പറഞ്ഞ ആൻസർ കേട്ടോ. ഇനി അത് എവിടെ നിന്ന് കിട്ടി എന്ന് അറിയില്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദശാംശത്തിലേക്ക് മാറ്റി കൂട്ടണം. ഡിയുടെ ആൻസർ വരുന്നത് 5.625, സോറി 5 ആണത്, 3 അല്ലേ, ഇത് 3 ആണ്. 5.625 കേട്ടോ ആൻസർ വരിക. 5.625. ഓക്കെ. ഇനി ഇതിന് തുല്യമായത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോയിന്റിന് ശേഷം വരുന്ന ആദ്യത്തെ പ്ലേസ് 1/10, 1/100, 1/1000 എന്നുള്ള ഇതിലായിരിക്കും. അപ്പം 5 പ്ലസ് 2/10, 5/1000 ഇതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി. അപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ എഴുതി കാണിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാത്തിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.